സ്ക്രീൻ കാണാനുള്ള പ്രശ്നമൊന്നുമില്ല. കാണാം. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ, ഈ ഒരു സെഷൻ തീരും. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പ്ലെയിൻ ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ഈ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് എൻഡിൽ എന്തെങ്കിലും ചേഞ്ച്. തുടങ്ങട്ടെ അല്ലേ? റെക്കോർഡിംഗ് തുടങ്ങിയോ നീ? ഓക്കെ. അപ്പം ഈ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫ്രണ്ട് എൻഡ് ചേഞ്ച് കൊണ്ടുവരാം എന്നാ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൻലി ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വെച്ചിട്ട് HTML ഫയൽ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നാ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഞാൻ ഇവിടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കണക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക, HTML ഫയൽ ക്രിയേറ്റ് ആയി, എന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫയല് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യുന്നത് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഇരിപ്പുണ്ട്. എല്ലാം കമന്റ് ചെയ്ത് വെച്ചേക്കാം. തൽക്കാലം ഈ കമന്റ് വർക്കാവുന്നുണ്ടോ ഇല്ലയോ, ഈ ഫയൽ വർക്കാവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യുക. ഇവിടെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്തിട്ട് കൺസോളിനകത്ത് നോക്കുക. വർക്കാവുന്നുണ്ട്, നോ പ്രോബ്ലം. ഇപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഡോം എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഡോം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ, ഈ എലമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുറച്ച് സംഭവം ഉണ്ട്. ഈ എലമെന്റ്സ് ഉണ്ട്, കണ്ടോ? ഈ എലമെന്റ്സിനകത്ത് ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്. ഇങ്ങനെ HTML സ്ട്രക്ചർ എങ്ങനെ HTML ഉണ്ടാവും, അതിനകത്ത് ഹെഡ് ഉണ്ടാവും, ഹെഡിനകത്ത് ടൈറ്റിൽ ഉണ്ടാവും, എന്നിട്ട് ബോഡി ഉണ്ടാവും, ബോഡിക്കകത്ത് നമ്മുടെ കോണ്ടന്റ്സ് എല്ലാം ഉണ്ടാവും. ഇങ്ങനെയാണ് HTML സ്ട്രക്ചർ അല്ലേ ആക്ച്വലി. അപ്പം ഇപ്പൊ ഞാൻ H1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ H1 ഇത് വരുന്നുണ്ടോ? അതായത് ഇവിടെ ആക്ച്വലി ഒരു എലമെന്റേ ഉള്ളൂ, H1 മാത്രമേ ഉള്ളൂ. H1 ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ പാരഗ്രാഫ് ആഡ് ചെയ്ത ആക്ച്വലി ഇവിടുത്തെ ഡോം ആക്ച്വലി ചേഞ്ച് ആവും, കണ്ടോ? പാരഗ്രാഫ് എക്സ്ട്രാ വന്നുണ്ടോ? സോ ഇതാണ് HTML ഡോം. അപ്പൊ നമുക്ക് ഈ HTML എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ എലമെന്റ് എന്തെങ്കിലും ആക്സസ് ചെയ്തിട്ട് ആ എലമെന്റ് നമുക്ക് പർട്ടിക്കുലർ ചേഞ്ച് വരുത്താം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പം തൽക്കാലം ബേസിക് ആയിട്ട് ഇത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോ അതായത് ഇതാ ഡോം. അപ്പൊ ഈ ബോഡിക്കകത്ത് നമ്മൾ ആക്ച്വലി എന്തെങ്കിലും എലമെന്റിനെ ആഡ് ചെയ്യുമോ അല്ലെ? എലമെന്റ് എന്ന് വെച്ചാൽ എന്തോ, അതെ ഈ H1 ഈ ഫുൾ ആയിട്ട് കണ്ടോ, ഇതാണ് എലമെന്റ്. നിങ്ങൾ HTML ബേസിക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയുന്ന അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല കേട്ടോ. അതായത് ഈ H1 എന്ന് പറയുന്നതാണ് ടാഗ്. ഈ H1 ഫുൾ, അതായത് ആ ടാഗും ആ വാല്യൂവും ഫുള്ള് കൂട്ടിയിട്ടാണ് എലമെന്റ്. ഓക്കെ, അപ്പം ഇതാ ബേസിക്. അപ്പം ബോഡി ഇതൊരു ടാഗാ, പക്ഷെ ഇത് മൊത്തത്തിലുള്ള ഒരു എലമെന്റാ. ആക്ച്വലി H1 എന്ന് പറയുന്ന ഒരു ടാഗാ, പക്ഷെ H1 ഓപ്പണിംഗ് ക്ലോസ് അതിൻ്റെ അകത്തുള്ള വാല്യൂ ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ടാണ് എന്ത് ഒരു എലമെന്റ്. ഓക്കെ, ഇപ്പം വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആക്ച്വലി ഡോമിനകത്ത് എന്ത് ചെയ്യാം? എലമെന്റിനെ ആഡ് ചെയ്യാം, എലമെന്റിനെ റിമൂവ് ചെയ്യാം, ഉള്ള എലമെന്റിന്റെ വാല്യൂ മാറ്റാം. സോ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ഈ ഡോമിനെ ആക്സസ് ചെയ്യുക, അതായത് വെബ് പേജിനെ നമുക്ക് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാന്നാ പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കണം. ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് എന്തെങ്കിലും നോക്കിയോ, അപ്പൊ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അത് നോക്കിയിട്ട് ഓക്കെ, കുറച്ച് ബേസിക്കോ ഇങ്ങനെ സംഭവം ആ ഒരു ബേസിക് ഐഡിയ വെച്ചിരുന്നാൽ മതി. ഭയങ്കര ഡീപ്പായിട്ട് പോയിട്ട് നല്ലതായിട്ട് പഠിക്കണം ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ജാവാസ്ക്രിപ്റ്റിന്റെ ലൈബ്രറി മേ ബി ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യും. ആംഗുലർ വേറൊരു ഫ്രെയിംവർക്ക്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഫ്രെയിംവർക്ക് ലൈബ്രറി ഒക്കെ പഠിക്കുമ്പോൾ ഈ ഡോം മാനിപ്പുലേഷൻ നിങ്ങൾ യൂസ് ചെയ്തില്ല. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് കോഡ് അടിച്ച് നിങ്ങൾ ഡോം മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല. ആ ഫ്രെയിംവർക്ക് ലൈബ്രറിക്കകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പഠിക്കാതിരിക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബേസിക് അറിഞ്ഞിരിക്കണം. ഒരു കയറി വരുമ്പോൾ ഒരു ബേസിക് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഫസ്റ്റ് ഡോമിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞേ. ഇനിയും ആക്ച്വലി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു എലമെന്റിനെ എടുക്കാന്ന് ആദ്യം അറിയണം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡോം വെച്ചിട്ട് നമുക്ക് എലമെന്റ് എന്തെങ്കിലും എടുത്തിട്ട് ആ എലമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ എന്നിങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ എലമെന്റിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എങ്ങനെ ആ എലമെന്റിനെ എടുക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് കുറെ ടൈപ്പ് ഓഫ് മെത്തേഡ് ഉണ്ട്, ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് ഈ മെത്തേഡൊക്കെ ഗെറ്റ് എലമെന്റ് ബൈ ID, ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് നെയിം, എന്താന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഇപ്പൊ ഞാൻ ആദ്യമേ ഈ ഡോം മാനിപ്പുലേഷൻ ഒരു H1 വെച്ചിട്ടുണ്ട്. മറ്റേ നിങ്ങൾ ID ക്ലാസ് ഇവിടെ ഉള്ളവർക്ക് HTML ബേസിക് അറിയാമോ ഒന്ന് പറയാമോ? HTML ബേസിക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. അപ്പൊ ഞാൻ ബേസിക് കൂടെ കവർ ചെയ്ത് പറയാം.
ബേസിക് അറിയാവില്ല, എന്താ ഒന്ന് ചാറ്റിലൊന്നും ഇടാവോ? കുറച്ച് ബേസിക് അറിഞ്ഞാൽ മതി, ID ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അറിയാം എല്ലാവർക്കും HTML ബേസിക്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങോട്ട് പോകാം. എന്തായാലും ഞാൻ കുറച്ച് പറഞ്ഞു. അപ്പോൾ ഒരു H1 ഉണ്ട്. എനിക്കിപ്പം ഇന്നൊരു ID കൊടുക്കുക. ഓക്കെ, ഹെഡിങ് എന്ന് പറഞ്ഞ ഒരു ID കൊടുക്കുക ഞാൻ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്റെ എയിം എന്താന്ന് വെച്ചാൽ ആ ഹെഡിങ് എലമെന്റിനെ എനിക്കൊന്ന് ആക്സസ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ഹെഡ് എന്നും പറഞ്ഞിരിക്കട്ടെ. എന്തെങ്കിലും വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. ഓക്കെ, ഞാൻ അത് എന്താന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഈ ഡോക്യുമെന്റിനെ ആക്സസ് ചെയ്യണം, ഈ ഡോക്യുമെന്റ് മോഡലിനെ ആക്സസ് ചെയ്യണം. അതിനുള്ള ഒരു പേരാ ഡോക്യുമെന്റ്, അത് ഡിഫോൾട്ട് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കണം. ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് വെച്ചാൽ ആ ഡോക്യുമെന്റിലുള്ള ഒരു എലമെന്റിനെ എനിക്ക് ID വെച്ച്, ആ പേര് തന്നെ ഉണ്ട്, ഗെറ്റ് എലമെന്റ് ബൈ ID. ID വെച്ചിട്ട് ആ ഒരു എലമെന്റിനെ എനിക്ക് താന്നാ പറയുന്നത് ലിറ്ററലി. ആ ID എന്തുവാ, ഹെഡിങ്. അപ്പം എനിക്കിപ്പോ ആക്ച്വലി ഈ ഹെഡ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എനിക്ക് ആക്ച്വലി എന്തോ പോവും, ഹെഡ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്തോ പോവും, ഈ ഒരു എലമെന്റ് മൊത്തത്തിൽ പോവും അങ്ങോട്ട്. സംഭവം മനസ്സിലായോ? ഹെഡിങ് എന്ന് പറഞ്ഞ ID ഉള്ള ഒരു എലമെന്റ് മൊത്തത്തിൽ പോകും. ഞാൻ ഇപ്പൊ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ആ ഹെഡ് ഒന്ന് ചെയ്ത് നോക്കിയാ, കൺസോളിൽ പോയി നോക്കുമ്പോൾ കണ്ടോ, എനിക്ക് ആ ഹെഡിങ് മൊത്തത്തിൽ കിട്ടിയുണ്ടോ, ആ H1 മൊത്തത്തിൽ കിട്ടിയുണ്ടോ, എലമെന്റ് മൊത്തത്തിൽ കിട്ടിയുണ്ടോ? സോ ഇങ്ങനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ID നിങ്ങൾ ഇങ്ങനെ ആക്സസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ID അല്ല, ഇപ്പോ എന്താ പറയാ, ഒരു ക്ലാസ് നെയിം ഉണ്ടെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു ക്ലാസ് നെയിം പറ, ഹെഡ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇപ്പം ബൈ ക്ലാസ് നെയിം എങ്ങനെ ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോൺസ്റ്റ് എന്തെങ്കിലും ഹെഡ് 1 എന്നിരിക്കട്ടെ. എന്താ വെച്ചാൽ സെയിം പേര് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. പിന്നെയും ക്ലാസ് നെയിം ഞാൻ കൊടുത്ത ക്ലാസിന്റെ പേരെന്താ, ഹെഡ് എന്നായിരുന്നു അല്ലേ? ഇവിടെ കൊടുത്ത ക്ലാസിന്റെ പേരെന്തോ, ഹെഡ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ, കൺസോൾ ഡോട്ട് ലോഗ് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം ഞാൻ. ഇത് ആക്ച്വലി പ്രിന്റ് ആയിട്ടുണ്ട്. ഗെറ്റ് എലിമെന്റ് ബൈ ക്ലാസ് നെയിം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി അതൊരു അറേ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം ക്ലാസ്, അതായത് IDയുടെയും ക്ലാസ്സിന്റെയും വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കും. ID എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെഡിങ് എന്ന് പറഞ്ഞത് എന്താ പറയാ, ഈ ഒരു എലമെന്റിന് മാത്രമേ ഇങ്ങനെ ഹെഡിങ് എന്ന് പറഞ്ഞ ID കൊടുക്കാൻ പറ്റൂ. വേറൊരു എലമെന്റിന് പോയിട്ട് ഹെഡിങ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അത് IDയുടെ റോൾ, യൂണീക്ക് ആയിരിക്കണം. ക്ലാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരു ഇതിന് ക്ലാസ് എന്ന് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പാരഗ്രാഫ് ഇതിനും എനിക്ക് ക്ലാസ് എന്ന് കൊടുക്കാൻ പറ്റും ആക്ച്വലി. ഓക്കെ, അപ്പം അതാ ഇവിടെ കാണിച്ചേക്കുന്നത്. പ്രിന്റ് ചെയ്യുമ്പോൾ കണ്ടോ, കാണിച്ചേക്കുന്നുണ്ടോ, ഫസ്റ്റ് എലമെന്റ് H1 എന്ന് പറയുന്ന ഒരു എലമെന്റ്. ഓക്കെ, സെക്കൻഡ് എലമെന്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ്. ഇത് രണ്ടും ക്ലാസ് എന്തുവാ, ഹെഡാ. അപ്പൊ ഞാൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഹെഡ് എന്നും പറഞ്ഞ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലുള്ള എലമെന്റ്സിനെ എനിക്ക് വേണം. അത് ഞാൻ ഒരു അറേ ആയിരിക്കും, അതിന് ഞാൻ H1 ഹെഡ് വന്നത് സ്റ്റോർ ചെയ്തു. അതിൽ തന്നെ ഉണ്ട് ഗെറ്റ് എലമെന്റ്സ് ബൈ ക്ലാസ് നെയിം. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ ക്ലാസ് നെയിം വെച്ച് ഇങ്ങനെ കിട്ടുന്നത്. ആദ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എലമെന്റിനെ എങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആക്സസ് ചെയ്ത വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ID മനസ്സിലായി, ക്ലാസ് മനസ്സിലായി. ആക്ച്വലി ID, ക്ലാസ്, ഈ ടാഗ്, ഇതൊക്കെ എന്തോ ഒരു CSS സെലക്ടേഴ്സാണ്. നിങ്ങൾ CSS ബേസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ നിങ്ങൾ CSS വെച്ച്, അതായത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഹെഡിങ് ഉണ്ട്, എനിക്ക് ഇതിന്റെ ടെക്സ്റ്റ് കളർ ബ്ലൂ ആക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ ആക്കാൻ പറ്റും? ഈ ഹെഡിങ്ങിനെ ആദ്യം എടുത്തിട്ട് CSS പോയിട്ട് നമ്മൾ H1 എന്ന് എഴുതി കളർ ബ്ലൂ ആക്കും. അതാണ് എന്ത്, ടാഗ് വെച്ചിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നത്. ടാഗ് സെലക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ ID വെച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാം, അത് ID സെലക്ടർ. അല്ലെങ്കിൽ ക്ലാസ് വെച്ച് ചേഞ്ച് ചെയ്യാം, ക്ലാസ് സെലക്ടർ. സിമിലർലി ഇവിടെ അത് തന്നെ, നിങ്ങൾക്ക് ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ക്ലാസ് നെയിം വെച്ച് ആക്സസ് ചെയ്യാം, ID വെച്ച് ആക്സസ് ചെയ്യാം, ടാഗ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. ടാഗ് വെച്ച് ആക്സസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ആക്സസ് ചെയ്യേണ്ട ഈ H1 എന്നും പറഞ്ഞ ഒരു എലമെന്റ്, ആ ഒരു ടാഗ് ആണെന്ന് വെച്ചോ, ഹെഡിങ് എലമെന്റ് ടാഗ് ആണെന്ന് വെച്ചോ.
ഫോർ എക്സാമ്പിൾ 2 എന്ന് കൊടുക്കാം. ഹെഡിങ് അതായത് H1 ഉള്ള ടാഗിനെ എനിക്ക് വേണം, അതാ പറയുന്നത് ഗെറ്റ് എലമെന്റ്സ് ബൈ ടാഗ് നെയിം. അതൊരു അറിയാം, എലമെന്റ്സ് ബൈ ടാഗ് നെയിം. ഓക്കെ, എന്നിട്ട് ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ഹെഡ് 2 പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പം ആക്ച്വലി ഇവിടെ എന്താ പ്രിന്റ് ആണെന്ന് വെച്ചാൽ ഒറ്റൊരു എലമെന്റേ ഉള്ളൂ. ഓക്കെ, കണ്ടോ, ഈ ഹെഡിങ് എന്നും പറഞ്ഞ ഒരു എലമെന്റേ ഉള്ളൂ, H1 ആയിട്ട് ഒറ്റ എലമെന്റേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ H1 ആയിട്ട് വേറൊരു എലമെന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ മാനിപ്പുലേഷൻ 2 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ ഇപ്പം രണ്ടെണ്ണമായി, അതായത് 0യും 1ഉം അറിയല്ലേ. അപ്പം ഇൻഡെക്സസ് വെച്ചിട്ട് കണ്ടോ അത് രണ്ടും വന്നിട്ടുണ്ടാകും. സോ ഇങ്ങനെ ടാഗ് നെയിം വെച്ച് നമുക്ക് ഡോമിലെ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായോ? എന്നിട്ട് ഇനി ഒരു 2 മെത്തേഡ് മീൻസ് ഇതൊക്കെ മെയിൻ ഇതാ കേട്ടോ, ഇനി കുറേയൊക്കെ പറ്റിയായിരിക്കും, പക്ഷെ ഇതൊക്കെയാണ് മെയിൻ. ക്വയറി സെലക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ക്വയറി സെലക്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ആക്സസ് ചെയ്യില്ലേ, ഗെറ്റ് എലമെന്റ് ബൈ ID, ക്ലാസ് നെയിം, ടാഗ് നെയിം, ഇതെല്ലാം നിങ്ങൾക്ക് ക്വയറി സെലക്ടറിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്വയറി സെലക്ടറിനകത്ത് നിങ്ങൾക്ക് വേണേ ID കൊടുക്കാം, ക്വയറി സെലക്ടറിനകത്ത് നിങ്ങൾക്ക് വേണേ ക്ലാസ് നെയിം കൊടുക്കാം, ക്വയറി സെലക്ടറിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാഗ് നെയിമും കൊടുക്കാം. അത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, ഇത് ആക്ച്വലി ID കൊടുത്തോളൂ കേട്ടോ, വേറെ കാണിക്കത്തില്ല, നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യുമ്പോൾ വർക്കാകത്തില്ല, അപ്പോഴേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഹെഡിങ് എന്ന് പറഞ്ഞ ID ആയിട്ട് ഒറ്റൊരു എലമെന്റേ ഉള്ളൂ. ഓക്കെ, എനിക്ക് H1 ആണ് എനിക്കിപ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, ക്വയറി സെലക്ടർ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെന്റ് ഔട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഇവിടെ ഹാഷ് കൊടുത്തിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ ആ ഫംഗ്ഷൻ ഓഫ്കോഴ്സ് ഒരു ID എടുക്കണം, അപ്പോൾ നിങ്ങൾ ഹാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്വയറി സെലക്ടറിനകത്ത് നിങ്ങൾക്ക് എന്താണെങ്കിലും ആക്സസ് ചെയ്യാം. ഒരു ക്ലാസ് നെയിം ഉള്ള ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എലമെന്റിനെ ആ ടാഗ് നെയിം വെച്ച് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എലമെന്റിനെ ആ ഒരു ID വെച്ച് ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ID വെച്ച് ആക്സസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് എന്താ കൊടുക്കണം? ഹാഷ് കൊടുക്കണം. CSS പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. CSS വെച്ച് നിങ്ങൾ എങ്ങനെ ID-നെ സ്റ്റൈൽ ചെയ്യുന്നത്? ഇങ്ങനെ ഹാഷ് വെച്ചിട്ടല്ലേ നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യും? ഡോട്ട് വെച്ച് സ്റ്റൈൽ ചെയ്യും. ടാഗ് ആണ്, ഹാഷും കൊടുക്കില്ല, ഡോട്ടും കൊടുക്കില്ല, വെറുതെ ആ ഒരു ടാഗ് നെയിം വെച്ച് സ്റ്റൈൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പം പ്രിന്റ് ചെയ്ത് നോക്കാം ആക്ച്വലി ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന്. കണ്ടോ, ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ഹെഡിങ് കിട്ടും. ക്വയറി സെലക്ടർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കിട്ടും, ആ ഒരു എലമെന്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് നെയിം വെച്ച് ഞാൻ ചെയ്ത് നോക്കാം. ക്വയറി സെലക്ടർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒറ്റ ക്ലാസ്സിൽ ഞാൻ ചെയ്ത് നോക്കാം. ഹെഡാണ് നമ്മുടെ ക്ലാസ് നെയിം. ഓക്കെ, അപ്പം ക്ലാസ് നെയിം തുടങ്ങുന്നത് എങ്ങനെയാ? ഡോട്ട്. ക്ലാസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാ? ഡോട്ട് വെച്ചിട്ട്. അപ്പോൾ ഹെഡ് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, എനിക്ക് ഹെഡ് വെച്ചിട്ടുള്ള ഒരു H1 എലമെന്റ് എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലാസ് നെയിം ഇവിടെ P ആണെന്ന് വെച്ചോ, പാരഗ്രാഫ് എലമെന്റ് ആണെങ്കിൽ ക്വയറി സെലക്ടർ ഹെഡ് എന്നും പറഞ്ഞ ഒരു ക്ലാസ് നെയിം ആക്സസ് ചെയ്യും. ക്ലാസ് ഹെഡ് എന്താ? ഓക്കെ, ഇവിടെയും ഹെഡ് എന്നും പറഞ്ഞ സംഭവം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പൊ പറഞ്ഞുതരാം. ക്വയറി സെലക്ടർ ആക്ച്വലി ഒരു എലമെന്റിനെ മാത്രമേ റിട്ടേൺ ചെയ്യൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പം മോർ ദാൻ 1 ക്ലാസ് പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ ഡോട്ട് ഹെഡ് ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഡോട്ട് ഹെഡ് ആണെങ്കിൽ ഇപ്പം മോർ ദാൻ 1 ക്ലാസ് ഇപ്പം നമുക്ക് വേണേൽ വെക്കാമല്ലോ. ഇവിടെയും ഹെഡ് ഉണ്ട്, ഇവിടെയും ഹെഡ് ഉണ്ട്. അപ്പൊ ഇതിൽ എന്ത് റിട്ടേൺ ചെയ്യുന്ന വെച്ചാൽ ആദ്യമുള്ള ക്ലാസ് നെയിം ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ 2 റിട്ടേൺ ചെയ്യണമെങ്കിൽ ക്വയറി സെലക്ടർ ഓൾ യൂസ് ചെയ്യാം. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇത് കളഞ്ഞാൽ നിങ്ങൾക്ക് പാരഗ്രാഫ് ഉള്ള ആ എലമെന്റ് ആയിരിക്കും കിട്ടുന്നത്. റൺ മെസ്സേജ് പോർട്ട് ക്ലോസ്ഡ് ബിഫോർ എ റെസ്പോൺസ്. അതെ, നിങ്ങൾക്ക് ആ പാരഗ്രാഫ് ഉള്ള ആ ഒരു എലമെന്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ,
ഇവിടെ ഞാൻ ഹെഡ് നിൽക്കാം. ഹെഡ് നോക്കുമ്പോൾ ക്വറി സെലക്ടർ വെച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന. ഫസ്റ്റ് എലമെന്റ് കിട്ടിയ ഓക്കെ. ഇങ്ങനെ ക്വറി സെലക്ടർ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യുന്നത്. മേ ബി ഞാൻ ടാഗ് വെച്ചിട്ട് ആക്സസ് ചെയ്താണെങ്കിൽ H1 കൊടുക്കുമ്പോൾ H1 ആയിട്ടുള്ള ഏതാണോ ഉള്ള അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ക്വറി സെലക്ടർ വർക്ക് ആവുന്നത്. ഇപ്പോൾ ക്വറി സെലക്ടർ ഓൾ ഞാൻ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ക്വറി സെലക്ടർ ഓളിനകത്താണെങ്കിൽ എങ്ങനെ വർക്കാന്ന് വെച്ചാൽ ഓക്കെ, അതായത് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ ഈ ഒരു ക്ലാസ് നെയിം വെച്ചിട്ടുള്ള എലമെന്റ്സ് എല്ലാം എനിക്ക് റിട്ടേൺ ചെയ്യുന്ന ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് നെയിം ഉള്ള എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. ഒരെണ്ണം ഹെഡിങ്, ഒരെണ്ണം പാരഗ്രാഫ്. ഓക്കെ, കണ്ടോ, ഒരെണ്ണം ഹെഡിങ്, ഒരെണ്ണം പാരഗ്രാഫ്. അത് റിട്ടേൺ ആവും ക്വറി സെലക്ടർ ഓളിനകത്ത്. ക്വറി സെലക്ടറിനകത്താണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് മാത്രമേ റിട്ടേൺ ആവൂ. ഇഫ് യു ഹാവ് മോർ ദാൻ 1 ക്ലാസ് ഓർ മോർ ദാൻ സെയിം ടാഗ് നെയിം ഉണ്ടെങ്കിൽ, സെയിം ക്ലാസ് നെയിം ഉണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണോ അതേ റിട്ടേൺ ആവും. ക്വറി സെലക്ടർ ഓളിനകത്താണെങ്കിൽ എല്ലാം റിട്ടേൺ ആവും. ഓക്കെ, ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഡോമിന്റെ എലമെന്റിനെ എങ്ങനെ നമുക്ക് കിട്ടാം, എങ്ങനെ ആക്സസ് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലായോ? എന്തെങ്കിലും റെസ്പോണ്ട് ആണ് അടുത്ത് പഠിപ്പിക്കുക, അല്ലെ ഈ സാധനം ഒന്നുകൂടെ പറയാം. ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ പറയണേ, ഒന്നുകൂടെ പറയാം. ഏതാ മനസ്സിലാകാത്ത വെച്ചാല് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാകും. ഓക്കെ, ഒന്നുകൂടെ പറയാന്ന് വെച്ചാൽ ഏതാ ഒന്നുകൂടെ പറയണ്ടേ? മൊത്തത്തിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ? ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു HTML ഫയലുണ്ട്. HTML ഫയലിനകത്ത് എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ 2 എലമെന്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഹെഡിങ്ങും പാരഗ്രാഫും. നമ്മളിപ്പോൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഈ ഒരു HTML ഫയലിന്റെ എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, തൽക്കാലം ആ എലമെന്റ്സിനെ എങ്ങനെ ഗെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് എന്തൊക്കെ എലമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പർട്ടിക്കുലർ എലമെന്റിനെ നമുക്ക് എങ്ങനെ, നിങ്ങൾക്ക് ഒരു എലമെന്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ ഒരു എലമെന്റ് ഏത് എലമെന്റാണ് എടുക്കുന്നത് നിങ്ങൾ അറിയണം. ഏത് എലമെന്റാണ് എടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ട് ആ എലമെന്റിനെ എടുത്താലേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെറുതെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കത് എടുക്കാം. അപ്പോൾ കുറേ മെത്തേഡ് ഉണ്ട് ഈ എലമെന്റിനെ എടുക്കാനായിട്ട്. ഒന്ന് ഗെറ്റ് എലമെന്റ് ബൈ ID, അല്ലെങ്കിൽ ക്ലാസ് നെയിം, ടാഗ് നെയിം, ക്വറി സെലക്ടർ ഓൾ. ഇതാ ഈ ഒരു 5 മെയിൻ മെത്തേഡ്സ്. ഓക്കെ, ഇത് നമ്മൾ മിക്കവാറും ഡോം ആനിമേഷൻ യൂസ് ചെയ്യുമ്പോൾ ക്വറി സെലക്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഫ്ലെക്സിബിൾ ആക്കണ്ടോ, എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ ഇടാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് വെച്ചാൽ നമ്മളൊരു ID കൊടുക്കും. ഓക്കെ, ഈസി, നമ്മളൊരു ID കൊടുക്കും. ആ IDയിലുള്ള ഒരു എലമെന്റിനെ നമുക്ക് തരാൻ പറയാം. അത് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് എന്നിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹെഡിംഗ് എന്ന് പറഞ്ഞ ഒരു ID ഉള്ള എലമെന്റിനെ എടുക്കാൻ പറയും. നമ്മൾ അതിന് മുമ്പ് നോക്കണം ഹെഡിംഗ് എന്ന് പറഞ്ഞ ID ഉള്ള എലമെന്റ് ഉണ്ടോ. ഉണ്ട്, ഇവിടെ H1 ഉണ്ട്, ഹെഡിംഗ് എന്ന് പറഞ്ഞ ID ഉള്ള എലമെന്റ്. ഓക്കെ, അതിനെ എനിക്ക് തരാൻ പറഞ്ഞിട്ട് ഞാൻ അത് സ്റ്റോർ ചെയ്ത് എന്നിട്ട് നമുക്കത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾ ബ്രൗസറുടെ കൺസോളിൽ പോയി നോക്കിയാൽ മതി. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, ഹെഡിംഗ് എന്ന് പറഞ്ഞ ID ഉള്ള ആ ഒരു എലമെന്റിനെ കാണാൻ പറ്റും. ഇത്ര മനസ്സിലായോ? ഇതിലാ ക്ലാസ് ഈസ് ഈക്വൽ ടു ഹെഡ് എന്തുവാ? ഇതോ ഇടി നമ്മൾ മറ്റേ HTML ചെയ്യുമ്പോഴേ നമ്മൾ IDയും ക്ലാസ്സും ഒക്കെ കൊടുക്കത്തില്ല, അതായി സംഭവം. നീ പാരഗ്രാഫ് തൽക്കാലം നോക്കണ്ട, അതിപ്പോ തൽക്കാലം അവിടെ കിടക്കട്ടെ. അതല്ല H1 ഓ അതെ, നമുക്കൊരു എലമെന്റിന് വേണമെങ്കിൽ ID കൊടുക്കാം, ക്ലാസ്സും കൊടുക്കാം, രണ്ടും ഒന്നിച്ച് കൊടുക്കാമല്ലോ. മനസ്സിലായോ? ഓ അങ്ങനെ. മീൻസ് നമുക്ക് വേണേ രണ്ടും ഒന്നിച്ച് കൊടുക്കാം, അല്ലെ എന്തെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. സോ അപ്പൊ ഞാൻ ഇത് രണ്ടും ഒന്നിച്ച് കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം മനസ്സിലായ, അതായത് ഹെഡിംഗ് എന്ന് പറഞ്ഞ ID ഉള്ള ഒരു എലമെന്റിനെ എനിക്ക് കിട്ടും, അതിനെ ഞാൻ പ്രിന്റ് ചെയ്തു. അപ്പൊ ഇത് കണ്ട, ഹെഡിംഗ് എന്ന് പറഞ്ഞ ID ഉള്ള എലമെന്റിനെ കിട്ടി, പ്രിന്റ് ചെയ്തു. ഇത്ര മനസ്സിലായല്ലോ? ഇതാണ് ഗെറ്റ് എലമെന്റ് ബൈ ID കൊടുത്തിട്ട് ആ എലമെന്റിനെ നമ്മൾ മേടിക്കാം. ഓക്കെ, ഈസി. നെക്സ്റ്റ് ഗെറ്റ് എലമെന്റ്സ് ബൈ ക്ലാസ് നെയിം. അതായത് ഒരു ക്ലാസ് നെയിം ഉണ്ട്, ആ ക്ലാസ് നെയിം IDയുടെ പ്രത്യേകത എന്തുവാ? ഒരു ID ഉണ്ടെങ്കിൽ അത് ഒരു എലമെന്റിന് മാത്രമേ പോകാവൂ, അത് യൂണീക്ക് ആയിരിക്കണം. ഞാൻ ഹെഡിംഗ് എന്ന് പറഞ്ഞ ഒരു ID
ഒരു H1 ഞാൻ യൂസ് ചെയ്തെങ്കിൽ എനിക്ക് ഈ ഹെഡിങ് വേറെ എവിടെ യൂസ് ചെയ്തുകൂടാ. ഇതാണ് ഐഡിയുടെ റൂള്. പക്ഷെ ക്ലാസ് അങ്ങനല്ല. എനിക്ക് ഇവിടെയും ഹെഡ് യൂസ് ചെയ്യാം, ഇവിടെയും ഹെഡ് യൂസ് ചെയ്യാം. ഇനി എനിക്ക് എത്ര കമ്പോണൻസ്, എത്ര എലമെന്റ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കെല്ലാം എനിക്ക് ഹെഡ് എന്ന് പറഞ്ഞ് ക്ലാസ് കൊടുക്കാം. ഓക്കെ, എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എൻ്റെ ഇഷ്ടം. സോ അതാ ക്ലാസിന്റെ റൂള്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അപ്പം ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് എലമെന്റിനെ കിട്ടുമ്പോൾ അത് എലമെന്റ്സ് ആയിരിക്കും കിട്ടുന്നത് നമുക്ക്. എന്തൊക്കെ എലമെന്റ്സ് ഹെഡ് എന്നും പറഞ്ഞ് ക്ലാസ് നെയിം ഉണ്ടോ ആ എലമെന്റ്സിനെ എല്ലാം നമുക്ക് കിട്ടും. അതാണ് ഗെറ്റ് എലമെന്റ്സ് ബൈ ക്ലാസ് നെയിം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പം അതിനെ ഞാൻ ഇപ്പം പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സ് എല്ലാം എനിക്ക് പ്രിന്റ് ആവും. കണ്ടോ, ഒരു അറേ കണക്കാണ് പ്രിന്റ് ആവുന്നത്. എനിക്ക് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടായിരുന്നു, ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു, ഹെഡ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം വെച്ചിട്ട്. ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു, ഹെഡ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം വെച്ചിട്ട്. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഫൈൻ. നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം CSS സെലക്ടേഴ്സ്. നിങ്ങൾ മറ്റേ ക്ലാസ്, ID, ടാഗ്, ഇത് 3 CSS സെലക്ടേഴ്സ് അല്ലേ? സോ അതാ പറഞ്ഞ് HTML CSSന്റെ ബേസിക് അറിയെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. വലുതായിട്ടൊന്നും HTML CSS അറിയണ്ട. മൂന്നാമത്തെ കാര്യം ടാഗ് നെയിം. ഓക്കെ, അതായത് ഒരു ടാഗ് ഞാൻ തരാം. ഇപ്പൊ H1 ഒരു ടാഗ് നെയിം അല്ലേ? ആക്ച്വലി ടാഗ് നെയിം എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു ഹെഡിങ് വൺ ഇതാ ടാഗ് നെയിമാണ്, പാരഗ്രാഫ് അതാ ടാഗ് നെയിമാണ്. സോ ഞാൻ ഒരു ടാഗിനെ തരാം, എനിക്ക് ആ ഒരു എലമെന്റിനെ തിരിച്ചാ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ ഹെഡ് H1 എന്ന് പറഞ്ഞ ഒരു ടാഗ് കൊടുക്കുക, അത് വെച്ചിട്ടുള്ള ഒരു എലമെന്റ് എനിക്ക് തിരിച്ചാ ഞാൻ അത് പ്രിന്റ് ചെയ്യാം. സോ ഈ ടാഗ് നെയിമും ഒരു അറേ ആയിരിക്കും. എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ H1 ഉണ്ടാവാമല്ലോ. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ എത്ര H1 വേണമെങ്കിലും ഉണ്ടാവാം. അപ്പൊ എനിക്ക് ഇത്രയും H1 പ്രിന്റ് ആവും ബോഡിക്കകത്ത്, മനസ്സിലായോ? അപ്പൊ അത് ഇത്ര H1 എനിക്ക് പ്രിന്റ് ആവും. ഇപ്പൊ മനസ്സിലായോ? ഗെറ്റ് എലമെന്റ്സ് ബൈ ടാഗ് നെയിം. ടാഗിന്റെ ഇത് മനസ്സിലായോ? ഓക്കെ, ദെൻ ഇപ്പഴാ വരുന്ന ക്വയറി സെലക്ടർ എന്ന്. ഇത് ചിലപ്പോൾ പുതിയ ഒരു ടോപ്പിക് അറിയാം. ക്വയറി സെലക്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്ക് എന്തും തന്നോളൂ. അതായത് വേണേ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഒരു ID താ, അല്ലെങ്കിൽ എനിക്കൊരു ടാഗിനെ താ, ആ എലമെന്റ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാമെന്ന് പറയും. അതാണ് ക്വയറി സെലക്ടർ. ഓക്കെ, അപ്പോൾ ക്വയറി സെലക്ടർ എന്ന് വെച്ചാൽ അതെന്തോ, അത് സിംഗുലറാണ്. അതായത് ഒരു എലമെന്റിനെ സെലക്ട് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം മോർ ദാൻ വൺ എലമെന്റ്, ഞാൻ അത് എക്സാമ്പിൾ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം ഉള്ള, ഡോട്ട് കൊടുക്കുന്ന എന്തുകൊണ്ട്, ക്ലാസ് നെയിം ആയതുകൊണ്ട. ID ആണെങ്കിൽ ഞാൻ ഹാഷ് കൊടുക്കണം ഇവിടെ, മനസ്സിലായോ? അപ്പം ഡോട്ട് ഹെഡ് എന്നും പറഞ്ഞ ഒരു ക്ലാസ് നെയിം ഉള്ള, അതിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഇത് ക്ലാസ് നെയിമാണ്. അങ്ങനെയുള്ള ക്ലാസ് നെയിം ഉള്ള എലമെന്റിനെ എനിക്ക് തരാൻ പറഞ്ഞിട്ട് ആ എലമെന്റിനെ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പം എനിക്ക് നിങ്ങളിപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെയും ക്ലാസ് ഹെഡാണ്, ഇവിടെയും ക്ലാസ് ഹെഡാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് എലമെന്റിനെയാണ്. അതിൽ തന്നെ മനസ്സിലാവും ക്വയറി സെലക്ടർ സിംഗുലറാ, അതായത് ഒരു എലമെന്റിനെ മാത്രമേ അത് റിട്ടേൺ ചെയ്യൂ, അത് ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. ഏതാണോ ക്ലാസ് ഹെഡ് ഉള്ള ഫസ്റ്റ് എലമെന്റ്, ആ ഫസ്റ്റ് എലമെന്റിനെ റിട്ടേൺ ചെയ്യും. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്കിപ്പം എല്ലാ എലമെന്റ്സും വേണമെങ്കിൽ, ഹെഡുള്ള എല്ലാ എലമെന്റ്സും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ക്വയറി സെലക്ടർ ഓൾ യൂസ് ചെയ്യാം. ഓക്കെ, ക്വയറി സെലക്ടർ ഓൾ യൂസ് ചെയ്തിട്ട് അതൊരു അറിയാം, അതായത് ഹെഡുള്ള എല്ലാ എലമെന്റിനെയും അത് തിരിച്ചു തരും. ഹെഡ് എന്ന് പറഞ്ഞ ക്ലാസ് നെയിം ഉള്ള എല്ലാ എലമെന്റിനും തിരിച്ചു തരും. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് വേണേ ID കൊടുക്കാം. ID കൊടുത്ത് ഞാൻ വർക്കായി കാണിച്ചു തരാം. ഹാഷ്, നമ്മുടെ ID എന്തായിരുന്നു, ഹെഡിങ്. അതായത് ഇവിടുത്തെ ID എന്തുവാ, ഹെഡിങ്. ഹെഡിങ് കൊടുക്കണമെങ്കിൽ ID കൊടുക്കണമെങ്കിൽ ഹാഷ് വെച്ചേ കൊടുക്കാവൂ. ഓഫ് കോഴ്സ് CSS ബേസിക്. അത് H3നെ പ്രിന്റ് ചെയ്ത് ജസ്റ്റ് കണ്ടോ, ആ ഒരു എലമെന്റ് നീ കിട്ടിയുണ്ടോ ക്വയറി സെലക്ടർ വെച്ചിട്ട്. ഇതിനാ ക്വയറി സെലക്ടർ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു എലമെന്റ്സ് അകത്തുള്ള എലമെന്റ് എന്തോ ക്വയറി സെലക്ടർ വെച്ച് യൂസ് ചെയ്യാം. സോ അതൊക്കെ അത്രയും പോകണ്ട. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെ എലമെന്റിനെ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നമുക്ക് ആക്ച്വലി എന്താ, ഡോമിനകത്ത് എലമെന്റിനെ ക്രിയേറ്റും ചെയ്യാൻ പറ്റും. ഇത്രയും നമ്മൾ ചെയ്തത് ഉള്ള എലമെന്റിനെ ആക്സസ് ചെയ്യാന്. ഇത്ര മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്? ഇത്ര എല്ലാവർക്കും ഓക്കെ അല്ലേ? എലമെന്റിനെ ആക്സസ് ചെയ്യുന്ന എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഇനി എങ്ങനെ എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇതെല്ലാം കളയുക കേട്ടോ. സോ അല്ലേ, ഇത് കളയണ്ട. ആക്ച്വലി ഒരു ഡിവിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുക. ഡിവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു ഡിവിഷന്, അത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ആയിട്ട് യൂസ് ചെയ്യും. സോ ഞാൻ ഇവിടെ ഒരു ഹെഡ് കൊടുക്കുക, ഡിവിഷൻ നിരുന്നോട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഒരു ID കൊടുക്കാം.
ഡിവിഷൻ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്, അതൊരു ഡിവിനെ ഞാൻ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിവിനകത്ത് ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. എന്നിട്ട് എനിക്ക് ഇതിന്റെ കൂടെ ഒരു പാരഗ്രാഫും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പം ലോജിക് എങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? ആദ്യമേ എനിക്കൊരു പാരഗ്രാഫ് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യണം. ആ പാരഗ്രാഫ് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതാദ്യം നമുക്കിപ്പോൾ ചെയ്യാം. ആദ്യമേ എനിക്കൊരു പാരഗ്രാഫ് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ പാരഗ്രാഫ് എലമെന്റിന് ഞാൻ കൊടുക്കുക. സോ ഇതാ ക്രിയേറ്റ് എലമെന്റിന്റെ ഫംഗ്ഷൻ ഇങ്ങനെ. എലമെന്റ് എനിക്ക് ഏത് എലമെന്റ് ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ എലമെന്റ് കൊടുക്കുക. ക്രിയേറ്റ് എലമെന്റ് ആ പാരഗ്രാഫ് ടാഗ് വെച്ചിട്ട് എനിക്കൊരു എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ പാരഗ്രാഫ് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്ത് ഈ പാരഗ്രാഫ് എലമെന്റിനെ ഈ ഒരു ഡിവിഷനകത്ത് എനിക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ ഡിവിഷൻ ആദ്യം എനിക്ക് കിട്ടണം. ഡിവിഷൻ എങ്ങനെ കിട്ടും? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡിവിഷൻ. എന്നിട്ട് ഇതിന്റെ അകത്ത് അപ്പൻഡ് ചെയ്യണം. അപ്പൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് അപ്പൻഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് എലമെന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പൊ എന്താ വേണം ഇനി അപ്പൻഡ് ചെയ്യാൻ പോവാം. അപ്പൻഡ് ചൈൽഡ്. എങ്ങനെ ചൈൽഡിനെ അപ്പൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ ഡിവിനെ എനിക്ക് എടുക്കണം. ഓക്കെ, അതായത് ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഡിവിനെ എടുത്താലേ എനിക്ക് ഈ ഡിവിന്റെ അകത്ത് പുഷ് ചെയ്യാൻ പറ്റും. അതായത് അപ്പൻഡ് ചൈൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിവിനെ എടുക്കുന്ന എങ്ങനെ? ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഓക്കെ, കോൺസ്റ്റ് ഡിവിഷൻ നിങ്ങൾക്ക് എന്ത് ഈ വേരിയബിൾ നെയിം കൊടുക്കാം കേട്ടോ. വേരിയബിൾ നെയിം ഡിവ് ആയതുകൊണ്ട് ഡിവ് എന്ന് കൊടുക്കണം, അങ്ങനൊന്നും ഇല്ല. ഓക്കെ, സോ ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഓക്കെ, ഡിവിഷൻ. അപ്പൊ എനിക്കിപ്പോ ഡിവിനെ കിട്ടി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ ഡിവിനകത്ത് എനിക്ക് എന്താ വേണം? ആ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ഇതിനെ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് എൻ്റെ ഒരു എയിം. അപ്പൊ ഇത്ര ഞാൻ ചെയ്ത് കഴിഞ്ഞ് അഫ്കോഴ്സ് നമ്മുടെ ബ്രൗസറിൽ വന്നിട്ടുണ്ടോ നോക്കാം. അത് നോക്കണമെങ്കിൽ എലമെന്റ്സിൽ പോയി നോക്കിയാൽ മതി. കണ്ടോ? അതെ, നമ്മുടെ ഒരു പാരഗ്രാഫ് എലമെന്റ് അവിടെ ആഡ് ആയ കണ്ടോ? അതായത് നേരത്തെ ഈ ഒരു HTML ഫയലിൽ നിങ്ങളൊന്നും ചേഞ്ച് കാണില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും കാണില്ല. ബ്രൗസറിന്റെ എലമെന്റ്സിൽ പോയി നിങ്ങൾ നോക്കാം. ആ ഡോം മാനിപ്പുലേഷനിൽ പോയി നിങ്ങൾ നോക്കാം. കണ്ടോ, ഇവിടെ ഒരു പാരഗ്രാഫ് വന്നുണ്ടോ? അതേ നമ്മൾ ഒരു ചൈൽഡിനെ അപ്പൻഡ് ചെയ്ത് പാരഗ്രാഫിനകത്ത് നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് അവിടെ വാല്യൂ ഒന്നും വരാത്ത. അവിടെ വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ അങ്ങ് തെളിഞ്ഞു വരും. അത് പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പോൾ എലമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ എലമെന്റിനെ അപ്പൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ലോജിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ലോജിക്ക് മാത്രം ഒന്ന് പറയാമോ? ഓക്കെ, അതായത് നമ്മുടെ എയിം എന്തോ ആദ്യം നീ മനസ്സിലാക്കണം. നമ്മുടെ എയിം എന്തോ ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട്. എനിക്ക് ഈ ഡിവിഷന്റെ അകത്ത് ഒരു പാരഗ്രാഫിനെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ ഈ ഡിവിഷനകത്ത് ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു പാരഗ്രാഫ് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിവിഷനെ നമ്മൾ എടുത്തിട്ട് ഡിവിഷനകത്ത് അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ചെയ്തത്. ആദ്യം പാരഗ്രാഫ് എലമെന്റിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡിവിഷനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? കുറേ മെത്തേഡ് ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് 5 മെത്തേഡ് പറഞ്ഞു തന്നു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ക്ലാസ് നെയിം, മറ്റേത് ഒരു 5 പറഞ്ഞില്ലേ? ഈ 5 വെച്ച് ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ഈ ഡിവിഷനെ അങ്ങ് എടുക്കാം നിങ്ങൾ. അപ്പം ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ഈ ഡിവിഷൻ എന്ന് പറഞ്ഞ ഐ ഡി വെച്ചിട്ട് ഞാൻ ഈ ഡിവിനെ അങ്ങ് എടുക്കും. എന്നിട്ട് ആ പാരഗ്രാഫ് ടാഗിനെ ഇതിനകത്ത് അപ്പൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പുഷ് ആവും. ഓക്കെ, അതായത് ആ ഡിവിഷനെ ഞാൻ എടുത്ത് ഡോക്യുമെന്റ് ആയിട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. അപ്പോൾ എനിക്ക് ആ ഡിവ് ഇവിടെ സ്റ്റോറായി. എന്നിട്ട് ഈ ഡിവിനകത്ത് ഞാൻ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എലമെന്റ് ഈ പാരഗ്രാഫിനെ ഒന്ന് പുഷ് ചെയ്ത്. ഇത്ര മനസ്സിലായോ? നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ വേരിയബിൾ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഒറ്റ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു. ഞാൻ നോക്കട്ടെ. അതായത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ഡിവിഷൻ ഡോട്ട് അപ്പൻഡ് ചൈൽഡ്. ഇവിടെ നിങ്ങൾ എന്തോ ഈ സംഭവം ഇടണം, ഡോക്യുമെന്റ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ്. സോ അങ്ങനെ ഇട്ടാൽ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. അത്ര ആ ഒരു ഇത് വേണ്ടാത്തതുകൊണ്ട് കണ്ട, എന്നാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ കുറച്ചുകൂടി റീഡബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തൽക്കാലം ഇത്ര മനസ്സിലായല്ലോ. അതായത് എലമെന്റിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ ഫൈൻ.
ഇനി എന്താ ഇതൊക്കെ ഓക്കെ. എലമെന്റിനകത്ത് വാല്യൂ എന്തെങ്കിലും വരണ്ടേ? അതായത് വാല്യൂവിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? ഞാൻ അതാണ് നോക്കാൻ പോകുന്നത്. നമ്മളിതുവരെ എലമെന്റിനെ ആക്സസ് ചെയ്തു. ഓക്കെ, എലമെന്റിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എലമെന്റിന് നല്ല വാല്യൂ ആയിരിക്കും നമുക്ക് പല സമയത്തും വേണ്ട. അപ്പൊ ആ വാല്യൂവിനെ എങ്ങനെ കിട്ടും നമുക്ക് ആദ്യം നോക്കാം. ഇതെല്ലാം ഇവിടെ കിടക്കില്ല. ഇപ്പൊ നമുക്ക് ആദ്യമുള്ള പോവാം. ഇവിടെ ഒരു H1 ഉണ്ട്. ഇവിടെ ഒരു ഹെഡിങ് ID വെച്ചിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിനെ ഞാൻ ആക്സസ് ചെയ്ത് എനിക്ക് ഇതിനകത്തുള്ള വാല്യൂ വേണം. ആ വാല്യൂ വേണമെങ്കിൽ എനിക്ക് 3 ടൈപ്പ് ഓഫ് ഇത് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഡോട്ട് എന്നാൽ HTML എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഞാൻ ഇത് പോയി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി. ഓക്കെ, ഇതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിനകത്ത് H1 അകത്ത് വേറെ എലിമെന്റ് ക്രിയേറ്റ് ചെയ്യാം. HTML പഠിച്ചത് അറിയാൻ പറ്റും. സ്പാൻ എന്ന് പറഞ്ഞൊരു ഇൻലൈൻ എലമെന്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക ഡോമിന്. സ്പാൻ നമുക്ക് H1 അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് റൂളാണ്. പക്ഷെ പാരഗ്രാഫ് ഒന്ന് H1 അത് പോയി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തില്ല. അവരൊന്നും പറയാൻ പോകുന്നില്ല, പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൂടാ. ഓക്കെ, അപ്പോൾ ഞാൻ ഡോക്യുമെന്റ് ഒരു ID വെച്ചിട്ട് ഞാൻ എലമെന്റിനെ കിട്ടി. എനിക്ക് അതിനകത്തുള്ള HTML വേണമെങ്കിൽ എനിക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. പക്ഷെ ആക്ച്വലി നിങ്ങൾ വെബ്സൈറ്റ് കണ്ടത് ഇങ്ങനെ കാണും. സ്പാൻ ഒരിക്കലും നിങ്ങൾ അവിടെ കാണത്തില്ല. പക്ഷെ ഇന്നർ HTML-നകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അകത്തുള്ള HTML എന്തോന്ന് വെച്ചാൽ അത് കിട്ടും. ഈ HTML ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വേറൊരു സംഭവം ടെക്സ്റ്റ് കോണ്ടന്റ്. ഈ ടെക്സ്റ്റ് കോണ്ടന്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, എന്താണോ ടെക്സ്റ്റ് കോണ്ടന്റ് അത് മാത്രമേ കിട്ടൂ. ആ സ്പാനർ പറഞ്ഞൊരു എലമെന്റിനെ എനിക്ക് റിട്ടേൺ ചെയ്തില്ല. ഓക്കെ, അത് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇന്നർ HTML ആണ്. ഈ ഒരു വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്പാൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ടെക്സ്റ്റ് കോണ്ടന്റ് ഉണ്ട്, ഇന്നർ HTML ഉണ്ട്. ഇത്ര മനസ്സിലായത്? വാല്യൂ ആണ് അറിയാൻ വാല്യൂ കോണ്ടന്റ് ആക്ച്വലി എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. ഒരു ഡോട്ടിൽ ആക്ച്വലി നമ്മൾ എന്തായാലും ഇപ്പം അകത്തുള്ള എൻറ്റയർ എലമെന്റ് വേണമെങ്കിൽ ഇന്നർ HTML നോക്കുക. ആക്ച്വലി ഇന്നർ സെക്സ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിൻ്റെ വ്യത്യാസം കാണാം. നിങ്ങൾക്ക് അകത്തുള്ള എന്താ പറയാ HTML വേണമെങ്കിൽ ഇന്നർ HTML യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അകത്തുള്ള അതായത് അകത്ത് എന്താണോ HTML ആയിട്ടുള്ള അത് മൊത്തത്തിൽ കിട്ടും. അങ്ങനെ നല്ല ടെക്സ്റ്റ് കോണ്ടന്റ് ആയിട്ടാണെങ്കിൽ ടെക്സ്റ്റ് കോണ്ടന്റ് എടുത്തോളാം. ഓക്കെ ഓക്കെ, എനിക്കൊന്ന് ഇന്നർ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ അത് ഏത് രീതിയിൽ അലൈൻ ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ ബൈൻഡ് ആവും തോന്നുന്നു. അതിലുള്ള വ്യത്യാസം കാര്യമൊന്നുമില്ല. സോ തൽക്കാലം ഇത് രണ്ടും നോക്കിയാൽ മതി. മോസ്റ്റ്ലി നമ്മൾ ഇന്നർ HTML ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സംടൈംസ് H1-നകത്ത് നിങ്ങൾ സ്പാൻ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കോണ്ടന്റ് യൂസ് ചെയ്യാം. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും? അതായത് ആക്ച്വലി ഞാൻ ഇവിടെ ഒരു പാരഗ്രാഫിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു പാരഗ്രാഫിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാണ് ഞാൻ അപ്പൻഡും ചെയ്തു. ഓക്കെ, അപ്പോ ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഈ വാല്യൂ എങ്കിലും ചേഞ്ച് ആകുമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. ഡോം മാനിപ്പുലേഷൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ തൽക്കാലം അത് കിടക്കട്ടെ. ഈ ഒരു ടെക്സ്റ്റ് കോണ്ടന്റിനെ മാറ്റത്തിനെ നോക്കാം. അപ്പൊ അത് മാറ്റണമെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും വെച്ചോ. ഓക്കെ, ഇതിന്റെ ഇപ്പം കണ്ട അവിടുത്തെ വാല്യൂ മാറിയുണ്ടോ? ഹലോ വേൾഡ് മാറിയുണ്ടോ? സോ ഇങ്ങനെ എന്താ മോഡിഫൈ ചെയ്യുക. ഒരു എലമെന്റിനെ മോഡിഫൈ ചെയ്യുന്ന ഇങ്ങനെ സംഭവം മനസ്സിലായോ? എലമെന്റിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു എലമെന്റിനെ കിട്ടണം. എലമെന്റിനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മെത്തേഡ് ചിലപ്പോൾ എലമെന്റിനെ കിട്ടാം. എലമെന്റിനെ കിട്ടിക്കഴിഞ്ഞിട്ട് എലമെന്റിനകത്തുള്ള വാല്യൂവിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഡോട്ട് ഇന്നർ HTML അല്ലെങ്കിൽ ഡോട്ട് ടെക്സ്റ്റ് കോണ്ടന്റ് യൂസ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ അത് ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഡോട്ട് ഇന്നർ HTML ഹലോ വേൾഡ് എന്ന് കൊടുത്താലും അവിടുത്തെ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എന്ത് ചെയ്യുക? മോഡിഫൈ ചെയ്യുക. ഓക്കെ ഓക്കെ, ഈ കഴിഞ്ഞു മോഡിഫൈ കഴിഞ്ഞു. ഇപ്പോൾ ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പം
അതായത് എനിക്ക് ഈ H1 റിമൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ഡോക്യുമെന്റ് ഡോട്ട് ആ ഒരു സംഭവം എനിക്ക് വേണ്ട. അപ്പം ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഹെഡിങ് അതിന് ഞാൻ റിമൂവ് ചെയ്യാം. അതിനെ റിമൂവ് ചെയ്തത് റിമൂവ് ചെയ്യും, ഡോമിനെ റിമൂവ് ചെയ്യും. അതായത് ആ എലമെന്റിനെ ഗെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ റിമൂവ് ചെയ്യാം. ബേസിക് ഫംഗ്ഷൻസ് ഇതിനകത്ത് പ്രത്യേകിച്ച് വലുതായിട്ട് നിങ്ങൾക്ക് അറിയാനില്ല. എപ്പോഴും അറിയാനുള്ളതെന്ന് വെച്ചാൽ സംഭവമൊക്കെ നിങ്ങളൊരു ലോജിക്കായിട്ട് നിങ്ങൾ സ്വയമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താണെന്നോ, അതായത് നമ്മൾ ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ HTML-നകത്ത്? ഫോം ചെയ്തിട്ട് ടാസ്കിനകത്ത് അങ്ങനെ പോയില്ല, അല്ലാതെ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതെന്തായാലും ഞങ്ങൾ തരാൻ കിട്ടില്ല. അപ്പം ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇൻപുട്ടിന്റെ വാല്യൂ ഇട്ട് ഏജ് വല്ലതും എടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ 18 ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഈ സംഭവം ചെയ്യുന്നത്. അവർക്കതൊരു ടാസ്ക് ആയിട്ട് കൊടുത്തു കുറച്ച് ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കാം. അപ്പൊ മേ ബി ഇതിനകത്ത് ഇല്ലാത്ത ചെയ്യേണ്ടി വന്നാലോ മെത്തേഡൊക്കെ വന്നാല് എനിക്ക് റിസർച്ച് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ബേസിക് ആയിട്ട് എടുക്കാൻ പറ്റും എല്ലാം ആ ഒരു രീതിയിലേക്ക് നമുക്ക് പറഞ്ഞത്. ഇതാ ഡോമിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു എലമെന്റ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു എലമെന്റ് ക്രിയേറ്റ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ടൂളിസ്റ്റിക് നമ്മളെ മറക്കാവുന്ന ജാവാസ്ക്രിപ്റ്റിന് ടൂളിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വാല്യൂ നിങ്ങൾ എൻ്റർ ചെയ്ത് ഒരു ഇൻപുട്ടിനകത്ത് ആഡ് ഐറ്റം കൊടുക്കുമ്പോൾ അവിടെ എന്തോ സംഭവിക്കണം. ആക്ച്വലി വെബ്സൈറ്റിൽ ഷോ ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് എലമെന്റ് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യണം. ടൂളിസ്റ്റ് വർക്കാവുന്നത് അത് നിങ്ങൾ റിമൂവ് ബട്ടൺ നിൽക്കുമ്പോൾ എലമെന്റ് എങ്ങനെ റിമൂവ് ആവണം. മനസ്സിലായോ? ബാക്ക് എൻഡില്ല, ഞാൻ ഫ്രണ്ട് എൻഡിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. കാരണം ഒരു ടൂളിസ്റ്റ് ആയതുണ്ടോ, ബേസിക് ടൂളിസ്റ്റ് ആയതോ. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വയമായിട്ട് അറിയിപ്പിക്കാം. നമുക്ക് മെത്തേഡല്ല ഇതാ, ഈ മെത്തേഡിനെ ഇത് വെച്ചിട്ട് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതൊക്കെ ആലോചിച്ച് ഒരു കുഞ്ഞ് ഒരു സംഭവം കണ്ടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സംഭവം തന്നെ മനസ്സിലായോ? എലമെന്റിനെ ആക്സസ് ചെയ്യുന്ന എലമെന്റിനെ ക്രിയേറ്റ് ചെയ്ത എലമെന്റിനെ എങ്ങനെ ഡോമിനകത്ത് ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ എലമെന്റിന്റെ വാല്യൂ കിട്ടിയിട്ട് അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ റിമൂവ് എലമെന്റ്. ഈ 5 കാര്യങ്ങൾ മനസ്സിലായോ? ഈ 5 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒട്ടുമിക്കത് എല്ലാ കാര്യം ചെയ്യാം. മനസ്സിലായെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഫോമിനെ പറ്റി ഒന്ന് പഠിക്കുക. ഫോം ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ അറിയായിരിക്കുമല്ലോ. HTML അറിയാത്തവർക്ക് ഫോം എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി നിങ്ങൾ ഇപ്പൊ ആക്ഷൻസ് ഒന്നും കൊടുക്കണ്ട. അതിനകത്ത് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ട് ലേബലിന് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസ്റ്റ് നെയിം ഞാൻ കൊടുത്തു. ഫസ്റ്റ് നെയിം മേടിച്ച് ബ്രേക്ക് ഇടാന്ന് അപ്പോഴേ ഇൻപുട്ട് അടുത്ത ലൈനിൽ വരും. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണല്ലോ. ഈ ലേബലിൽ നിങ്ങൾ ഏത് ഫോറും ഏത് ഇവിടെ എന്തെങ്കിലും നിയമമാണോ കൊടുക്കുന്നത് അത് ഇവിടെ ഐഡി ആയിട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് റൂൾ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നാലേ ഈ ഒരു ലേബലിന്റെ വാല്യൂ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത്ര മനസ്സിലായോ? അതായത് ഞാൻ ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് എങ്ങനെ മനസ്സിലാന്ന് വെച്ചാലേ, ഞാൻ ലേബലിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ശരി, ലേബലിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനാൽ എന്റെ ഫോമിൽ ഇവിടെ ഇത് വരും. ഇപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് നെയിം പകരം ഫസ്റ്റ് മാറ്റി കൊടുക്കുന്ന വെച്ചോ, ആ ലേബിളിൽ ക്ലിക്ക് ചെയ്താലേ എനിക്ക് വർക്കാത്തില്ല. കണ്ട, ആ ലേബലിലെ വാല്യൂ അല്ല പോകുന്നത്. അപ്പോ എവിടെ യൂസ് ആവുന്ന വെച്ചാൽ ബാക്ക് എൻഡ് യൂസ് ആവും. ഈ ഫോം നിങ്ങൾ വെറുതെ മേടിച്ച് ഇപ്പൊ ഫ്രണ്ടിന് മാത്രമല്ലേ പഠിക്കുന്നത്. നിങ്ങൾ ഈ ഫോമിൽ എടുത്തിട്ട് നിങ്ങൾ ബാക്ക് എൻഡ് സ്റ്റോർ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ നെയിമിൽ പോയി സ്റ്റോർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതാ റൂള്. ലേബലാണ്, അതിനൊരു ഫോർ വേണം. ആ ഫോറിന്റെ സെയിം വാല്യൂ ആയിരിക്കണം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻപുട്ടിന്. ഇത്ര മനസ്സിലായോ? സോ ഇതാ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഏജ് എന്ന് കൊടുക്കാം. ഏജ് കൊടുക്കാം, ഐ നമ്പർ. ഈ വാല്യൂ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രണ്ട് എൻഡിൽ. ഓക്കെ, വർക്കാവുന്നുണ്ടോ നോക്കുക. ലേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇൻപുട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏജ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് എൻഡിൽ ഷോ ചെയ്യണം. ആ ഷോ ചെയ്യണമെങ്കിൽ ഫോണിൽ തന്നെ ഒരു മെത്തേഡ് ഉണ്ട്, സംതിങ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഓൺ സബ്മിറ്റ് നമ്മൾ
ഹാൻഡിൽ ഫോം കൊടുക്കണം വെച്ചോ. ഇത് ഇങ്ങനെ വന്നാന്ന് തോന്നുന്നു. ഈ ഹാൻഡിൽ ഫോം നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഫംഗ്ഷൻ അത്. അപ്പൊ ഞാൻ ഇവിടെ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫംഗ്ഷൻ ഫംഗ്ഷനിട്ട് വരാത്ത ഓക്കെ, ഫംഗ്ഷൻ ഹാൻഡിൽ ഫോം കുറച്ചുകൂടി ഇന്റർനെറ്റിൽ പോയി ബേസിക്സ് പഠിക്കുക. ഇവിടെ ഇവന്റ് എന്ന് പറയാം, അതായത് ഇതൊരു ഇവന്റ് എന്ന് വെച്ചാൽ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. അതാണ് നമുക്ക് ഇവിടെ സംഭവിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോം ക്ലിക്ക് ചെയ്ത് വാല്യൂ ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറന്റ് സ്റ്റേറ്റ് എടുത്ത് ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. ഇവന്റ് പറഞ്ഞു ഇത് പഠിപ്പിക്കുന്ന കുറച്ച് അഡ്വാൻസ്, അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് മാത്രം പറയാം. ഇവന്റ് ഡിഫോൾട്ട് സംഭവം ഞാൻ കോഡ് അടിച്ചിട്ടുണ്ട്, പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ആക്ച്വലി ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫോം ക്രിയേറ്റ് ചെയ്യുക. ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്യുക. ലേബിളിൽ ഒരു ഇൻപുട്ട് ഞാൻ കണക്ട് ചെയ്യുക. ലേബിളിൽ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഫോറും അതിൻ്റെ ഐ ഈക്വൽ ആയിരിക്കണം. സോ HTML തീരെ അറിയാത്തവർ HTML കുറച്ചുകൂടി നല്ലതായിട്ട് പഠിക്കാം. സോ ഈ കാര്യങ്ങൾക്കൊന്നും HTML ബേസിക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നു. ഈ ഹെഡിങ് യൂസ് ചെയ്യുന്നത്, ഡിവിഷൻ യൂസ് ചെയ്യുന്നത്, പാരഗ്രാഫ് യൂസ് ചെയ്യുന്നത്, ഫോം യൂസ് ചെയ്യുന്നത്, ലിസ്റ്റ് ഇല്ലേ, അൺഓർഡർ ലിസ്റ്റ്, ഓർഡർ ലിസ്റ്റ്, പിന്നെ ടേബിൾ. ആക്ച്വലി ഞാൻ ടേബിൾ അധികം യൂസ് ചെയ്യുന്നത്, പക്ഷെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ടേബിൾ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇതൊക്കെ മെയിൻ കാര്യങ്ങൾ. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെബ് ഡിസൈൻ ചെയ്യാൻ പോകുന്നുള്ളൂ. വേറെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വീഡിയോ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ലേബിൾ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത്, ബട്ടന്റെ ടൈപ്പ് എന്താ വെച്ചാൽ സബ്മിറ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത്. സബ്മിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം സബ്മിറ്റ് ആകും. ഫോം സബ്മിറ്റ് ആകുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫോം സബ്മിറ്റ്, ഹാൻഡിൽ ഫോം, ഇവന്റ്. ഈ ഇവന്റ് എന്തുകൊണ്ട് ഇവന്റ് ഞാൻ ഇപ്പോൾ തൽക്കാലം വെച്ചാൽ ഇവന്റ് ഡിഫോൾട്ട് ഞാൻ കൊടുത്തു. അതായത് വെബ്സൈറ്റിനെ റീലോഡ് ചെയ്യാതിരിക്കുക. വെബ്സൈറ്റ് ലോഡ് ആയപ്പോൾ ഈ ഫോമിന്റെ വാല്യൂ, അതായത് പഴയ പോലെ. അതായത് ഞാൻ ഇപ്പം ഇവന്റ് ഡിഫോൾട്ട് ഇവിടെ കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫോമിൽ എന്തെങ്കിലും വാല്യൂ ഇത് ചെയ്ത് അത് റൺ ചെയ്യുമ്പോൾ കണ്ടോ ഫോം റീലോഡ് ആകുമ്പോൾ ഫോമിന്റെ വാല്യൂ ഒക്കെ പോകും. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവന്റിനെ അതിന്റെ പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ബേസിക് ആയിട്ട് നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി. ബാക്കി ഇവന്റിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ കുറെ കൂടി അല്ലാതെ സെർച്ച് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പം എന്നിട്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്ത് ID, അതായത് ഏജ് എന്ന് പറഞ്ഞ ഒരു ID ഉള്ള ഒരു എലമെന്റിനെ എടുക്കുക. ഈ ഇൻപുട്ട് എലമെന്റിനകത്ത് നമ്മളത് ഇപ്പം എഡിറ്റർ ചെയ്ത് കൊടുക്കുന്നില്ലേ, ആക്ച്വലി നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത് വാല്യൂ. ഓക്കെ, ഈ വാല്യൂവിനെ എനിക്ക് എടുത്തിട്ട് ഞാൻ ചെയ്ത് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് എന്നിട്ട് ആ വേരിയബിൾ ഞാൻ പ്രിന്റ് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ആ വേരിയബിൾ പ്രിന്റ് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രിന്റ് ചെയ്യുന്നതിന് പകരം അതൊക്കെ ഇതുവരെ പഠിച്ച സാധനങ്ങൾ യൂസ് ചെയ്യുക. ഒരു എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുള്ള ഞാൻ ഒരു ഇത് സംഭവം പറഞ്ഞിരുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡെല്ലാം വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. എലമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ആ എലമെന്റിന്റെ വാല്യൂവിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഡോട്ട് ടെക്സ്റ്റ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എലമെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ ഓൾറെഡി ഒരു എലമെന്റ് HTML വല്ല
വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു എലമെന്റിനെയോ അല്ലെങ്കിൽ ഈ ഒരു എലമെന്റിനെയോ പല വാല്യൂ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ സെലക്ട് ചെയ്തു. ഇത്ര മനസ്സിലായോ? ഇത് ഈ ഫോം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഞാൻ തരുമ്പോൾ അറിഞ്ഞിരിക്കണം. വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കൺസൾട്ട് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ എന്താ 18 ആണെങ്കിൽ എന്ത് ചെയ്യാം, കൺസൾട്ട് ബ്ലോക്ക് എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് കൊടുക്കുമ്പോൾ ആ സമയത്ത് മാത്രമേ അത് പ്രിന്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുക. സംതിങ് അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് ആ ഒരു ലോജിക് മനസ്സിലായി. ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റും HTML സംഭവം എടുത്തിട്ട് ആ ഒരു ലോജിക് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം, അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. പക്ഷേ ബേസിക് ഒരു സ്ട്രക്ചർ ഇങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് ഫിൽ ചെയ്യാം. ഞാനല്ലേ പാസ്വേഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. പാസ്വേഡ് ഐ മീൻ ബേസിക് ആയിട്ടുള്ള ഫോം എങ്ങനെ പാസ്വേഡ് ചെക്ക് ചെയ്യുന്നത്, പാസ്വേഡും കൺഫേം പാസ്വേഡും വെച്ചിട്ട് അത് രണ്ട് ഈക്വൽ ആണ് ചെക്ക് ചെയ്യാൻ വാല്യൂ എടുത്തത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇത്ര മനസ്സിലായ എല്ലാവർക്കും? ജസ്റ്റ് 1-2 ദിവസം പഠിക്കാം ഡോമല്ലോ. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. യൂട്യൂബ് വെച്ച് ഡോമോ വെച്ചിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ നോക്കി ചെയ്ത് നോക്കുക. അവിടെ ഡോമോ നേരത്തെ അറിയാനിട്ട് ജാവാസ്ക്രിപ്റ്റ് നല്ല ബേസിക്സ് അത്യാവശ്യം പഠിക്കും. HTML പഠിക്കാത്ത സാധനങ്ങളൊക്കെ CS പഠിക്കാത്ത സാധനങ്ങൾ പഠിച്ചിട്ട് റിയാക്ട് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉണ്ട്, അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് ഇത് അതിൻ്റെ ഒരു അഡ്വൈസ് കേട്ടോ. പലരും തെറ്റ് ചെയ്യുന്ന കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും തെറ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ ഇരുന്നോണ്ടിരിക്കും, ഒരു ആവശ്യമില്ലാണ്ട്. അല്ലെങ്കിൽ HTML CSS തന്നെ ഇരുന്നോണ്ടിരിക്കും. സോ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് അറിയത്തില്ല എന്ന് മനസ്സിലാവും. ആ ടോപ്പിക്ക് പഠിച്ചാൽ എന്നിട്ട് റിയാക്ട് പഠിക്കുക. റിയാക്ട് പ്രോജക്റ്റ് പഠിക്കുക. അങ്ങനെ വേഗം പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും പഠിച്ചിട്ട് ചെയ്യത്തില്ല. ഇത്രയുള്ള ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഒന്നുകൂടെ എടുക്കണോ? പറഞ്ഞ അതിന്റെ പേര് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ റാപ്പ് ചെയ്യാം. ആർക്കൊന്നുമില്ല? എന്നാ പിന്നെ നിർത്തിയാലോ? ചെറിയൊരു ടാസ്ക് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഗിറ്റ് ഹബിൽ ഇട്ടേക്കാം. അത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കെ. എന്നാ പിന്നെ ആർക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തു.